ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അരനൂറ്റാണ്ടു കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ പെൻഷൻ കേട്ടുകേൾവി മാത്രമായിരിക്കും. എന്നാൽ അതുവരേക്കും പെൻഷൻ പറ്റിയവരുടെ കാര്യങ്ങൾ മുടങ്ങാതെ നോക്കുന്നതിനുള്ള ചുമതല സർക്കാരിനാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ആവർത്തിച്ച് മുറവിളി കൂട്ടുന്ന സാഹചര്യം സൃഷ്ടിക്കരുത്. ദേശീയ പെൻഷൻ ദിനമായിരുന്നു ഡിസംബർ 17 ചൊവ്വാഴ്ച. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. അഴിമതിക്കെതിരെയല്ല, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരോടൊപ്പമാണ് തിരുവനന്തപുരത്തെ വീട്ടമ്മ സന്ധ്യയെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവകേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. ദേശീയ പെൻഷൻ ദിനാചരണം. ജില്ലയിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ. വിശദമായ വാർത്തകളിലേക്ക്. അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരായ സമരത്തിന്റെ നായകനാണ്. എന്നാൽ സന്ധ്യ അഴിമതിക്കെതിരായി സമരം നടത്തുന്നവർക്കെതിരായും അഴിമതിക്കാരെ സഹായിക്കാനെത്തിയതാണെന്നും CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. പരമ്പരാഗത വ്യവസായ തൊഴിലാളി സംസ്ഥാന പ്രചാരണ ജാഥയ്ക്ക് കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആം ആദ്മി പാർട്ടി അഴിമതിക്കും ദുർഭരണത്തിനെതിരായിട്ടാണ് സമരം. ഇവിടെ ഈ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ സമരം ചെയ്യുന്നത് അഴിമതിക്കും ദുർഭരണത്തിനെതിരെയുള്ള സമരം. ആ സമരത്തെ എതിർക്കാൻ വന്ന് അഴിമതിക്കും ദുർഭരണത്തിനും പ്രോത്സാഹനം കൊടുക്കുന്നതാണ്, പിന്തുണയ്ക്കാനാണ് സന്ധ്യ വന്നത്. അഴിമതിക്കെതിരായ സമരത്തിന്റെ നായകനാണ് ഇവിടെ സന്ധ്യ. അഴിമതിക്കെതിരായി നടത്തുന്നവർക്ക്, സമരം നടത്തുന്നവർക്കെതിരായി അഴിമതിക്കാരെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ രണ്ടും കൂടെ ഇങ്ങനെ ഒന്നാവുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവകേരള യാത്രയുടെ പര്യടനം ജില്ലയിൽ തുടരുകയാണ്. ചൊവ്വാഴ്ച കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ പര്യടനം മൂര്യാട് പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ചു. ബുധനാഴ്ച നഗരത്തിൽ പര്യടനം നടത്തും. മതേതര യുവത്വം അക്രമരഹിത സമൂഹം എന്ന മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവകേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. ചൊവ്വാഴ്ച കൊയിലാണ്ടി നിയോജകമണ്ഡലം അതിർത്തിയായ മൂര്യാട് പാലത്തു നിന്നുമാണ് ജാഥ ആരംഭിച്ചത്. പയ്യോളി മണ്ഡലം കോൺഗ്രസ് നേതാക്കളായ മഠത്തിൽ പ്രഭാകരൻ, സബീഷ് കുന്നങ്ങോത്ത്, മുജീഷ് ശാസ്ത്രി എന്നിവർ ചേർന്ന് ജാഥ ക്യാപ്റ്റൻ ഡീൻ കുര്യാക്കോസിനെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ജാഥ പയ്യോളിയിലെത്തി. വിശ്രമത്തിന് ശേഷം വൈകിട്ടോടെ കൊയിലാണ്ടിയിൽ സമാപിച്ചു. കൊയിലാണ്ടിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ സംബന്ധിച്ചു. ബുധനാഴ്ച രാവിലെ കോരപ്പുഴ പാലത്തിന് സമീപത്തു നിന്നും യാത്രയെ കോഴിക്കോട് നഗരത്തിലേക്ക് സ്വീകരിക്കും. വൈകിട്ട് മുതലക്കുളത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ബെന്നി ബെഹനാൻ, MK രാഘവൻ MP എന്നിവർ സംബന്ധിക്കും. 19 രാവിലെ നഗരത്തിൽ നിന്നും പുറപ്പെടുന്ന യുവകേരള യാത്ര വൈകിട്ട് 6 മണിക്ക് രാമനാട്ടുകരയിൽ സമാപിക്കും. AICC സെക്രട്ടറി ദീപക് ബാബറിയ ചടങ്ങിൽ സംബന്ധിക്കും. ചെറുവണ്ണൂരിൽ നടക്കുന്ന സ്വീകരണ യോഗത്തിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല സംബന്ധിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പശ്ചിമഘട്ട സംരക്ഷണ കൂട്ടായ്മ മുതലക്കുളത്ത് നടന്നു. കർഷക താൽപര്യം സംരക്ഷിക്കാൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ച ചെയ്ത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് 12 മണിക്കൂർ നീണ്ടുനിന്ന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൂട്ടായ്മയുടെ ഭാഗമായി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. മലയോര കർഷകരുടെയും ദക്ഷിണേന്ത്യയിലെ 26 കോടി ജനങ്ങളുടെയും കാർഷിക സംസ്കാരം, കുടിവെള്ളം, ജലസേചനം, ജൈവ വൈവിധ്യം എന്നിവ നിലനിർത്തുന്നതിന് ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് പശ്ചിമഘട്ട സംരക്ഷണ കൂട്ടായ്മ മുതലക്കുളം മൈതാനിയിൽ 12 മണിക്കൂർ പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ 9 മണിക്ക് സുധീർ കടലുണ്ടിയും ഷാജി കല്ലായും നയിച്ച ദ്രുതതരംഗ താളവാദ്യവിസ്മയത്തോടെയും പ്രഗത്ഭ ചിത്രകാരന്മാരുടെ സമൂഹ ചിത്രരചനയോടെയുമാണ് പരിപാടി ആരംഭിച്ചത്. ചെറു
അവതരണങ്ങൾ, പരിസ്ഥിതി ഗാനങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികളുടെ പരിസ്ഥിതി പ്രൊജക്ട് അവതരണം, ഷോർട്ട് ഫിലിമുകൾ, ജൈവ കർഷകരുടെ അനുഭവം പങ്കുവയ്ക്കൽ, പരിസ്ഥിതി മാജിക്, നാടൻപാട്ടുകൾ, ഞാറ്റുപാട്ടുകൾ എന്നിവയുമുണ്ടായിരുന്നു. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യങ്ങളും പാറഖനനവും ചിത്രീകരിക്കുന്ന ഫോട്ടോ പ്രദർശനം വേദിക്കരികിൽ നടന്നു. ജില്ലയിലെ 30ഓളം പരിസ്ഥിതി സംഘടനകളുടെ ഏകീകൃത വേദിയാണ് ഈ കൂട്ടായ്മ. കൂട്ടായ്മയുടെ കൺവീനർ മണലിൽ മോഹനൻ, ഡോക്ടർ സി അച്യുതൻ, പ്രൊഫസർ ടി ശോഭീന്ദ്രൻ, തായാട്ട് ബാലൻ, ടി വി രാജൻ, പി വി കൃഷ്ണൻകുട്ടി, എ ശ്രീവത്സൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ദേശീയ പെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ, സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ, കോൺഫെഡറേഷൻ ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ജില്ലയിൽ പെൻഷൻ ദിനം ആചരിച്ചത്. പ്രസിദ്ധ നക്കാര കേസിൽ 1982 ഡിസംബർ 17 തീയതി സുപ്രീംകോടതി പ്രസ്താവിച്ച സുപ്രധാന വിധിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിവിധ പെൻഷൻ സംഘടനകളുടെ സംയോജിത പ്രസ്ഥാനമായ കോൺഫെഡറേഷൻ ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പെൻഷൻ ദിനാചരണം കോഴിക്കോട് സാമൂതിരി മാനവവിക്രമരാജ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ റേഡിയോ റിട്ടയർഡ് സ്റ്റേഷൻ ഡയറക്ടർ CP രാജശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. പെൻഷൻ രംഗത്തെ കാലിക പ്രശ്നങ്ങളെക്കുറിച്ചും പെൻഷൻകാരുടെ ജീവിതശൈലികൾ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. കോൺഫെഡറേഷൻ പ്രസിഡന്റ് KK ബാലസുബ്രഹ്മണ്യൻ, ജനറൽ സെക്രട്ടറി T ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് A വിശ്വനാഥൻ, CGPA കാലിക്കറ്റ് പ്രസിഡന്റ് P ചന്ദ്രശേഖരൻ, NIT പെൻഷനേഴ്സ് ഫോറം സെക്രട്ടറി PO ഉലഹന്നാൻ, K അപ്പുട്ടി മാസ്റ്റർ, M കൃഷ്ണൻ നായർ, KM നാരായണൻ എന്നിവർ സംബന്ധിച്ചു. ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് SSAയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനം ആചരിച്ചു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് KC കുഞ്ഞിരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. മൊബൈൽ ഫോണുകളിലെ മൂല്യവർദ്ധിത സേവനങ്ങളെക്കുറിച്ച് TV ദിവാകരൻ ക്ലാസ് എടുത്തു. അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി CK സുന്ദരൻ, EP ജ്യോതി, ആനി പ്രേമൻ എന്നിവർ സംബന്ധിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനം ആചരിച്ചു. കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. ജോലിയിൽ നിന്ന് വിരമിച്ചതിനുശേഷം വർഷങ്ങളോളമായിട്ടും പെൻഷൻ ലഭിക്കാത്തവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മുതിർന്ന പെൻഷനേഴ്സുകാരെ ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. CGPA സെക്രട്ടറി K രാജൻ, TP നമ്പ്യാർ, പുരുഷോത്തമൻ, C ശിവദാസ്, PD രാഘവൻ നായർ, P കുഞ്ഞിരാമൻ, AP വിശ്വനാഥൻ, P അപ്പു, ഡോക്ടർ മെഹറൂഫ് രാജ് എന്നിവർ സംബന്ധിച്ചു. വാഹനങ്ങളുമായി കൊയിലാണ്ടി റോഡിലൂടെ പോകുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളെ മറിച്ചിടാൻ നാൽക്കാലികൾ റോഡിലുണ്ട്. ഒരു ദിവസം 2 ഇരുചക്ര വാഹന യാത്രക്കാരെങ്കിലും മറിച്ചിട്ടില്ലെങ്കിൽ ഇവരുടെ ദൌത്യം പൂർത്തിയാവില്ല. ഉടമകൾക്ക് നേരെ നടപടി വേണമെന്നാണ് വാഹനയാത്രക്കാരുടെ ആവശ്യം. ഗതാഗതം മുടക്കി കന്നുകാലികൾ റോഡിൽ മേയുന്നു. കൊയിലാണ്ടി നഗരത്തിലെ റോഡുകളാണ് അലഞ്ഞുതിരിയുന്ന പശുക്കൾ കൈയടക്കുന്നത്. പകലും രാത്രിയും പശുക്കൾ കൂട്ടമായി റോട്ടിലിറങ്ങുന്നത് വാഹനയാത്രക്കാരെയും വഴിയാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. കന്നുകാലികളെ വളർത്തുന്ന നഗരവാസികളിൽ ചിലർ പശുക്കളെ കയറൂരി വിടുന്നതാണ് ദ്രോഹമാകുന്നത്. പച്ചക്കറി മാർക്കറ്റിൽ എത്തുന്ന പശുക്കൾ വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പശുക്കൾ റോഡിനു കുറുകെ ഓടുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും ഭീഷണിയായിട്ടുണ്ട്. റെയിൽവേ ലൈനിന് സമീപം കന്നുകാലികൾ കൂട്ടമായി അലയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗർഭിണിയായ ഒരു പശു ട്രെയിൻ തട്ടി ചത്തിരുന്നു. അലഞ്ഞുതിരിയുന്ന പശുക്കളെ കെട്ടിയിടാൻ ഉടമകൾ തയ്യാറാവണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അല്ലെങ്കിൽ നഗരസഭയും പോലീസും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ
ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. 34ാമത് സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 2013. സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഉയർന്ന പലിശ, മുതിർന്ന പൗരന്മാർക്ക് 0.5% അധിക പലിശ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, സർവീസ് റൂറൽ സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കുകൾ, അർബൻ എംപ്ലോയീസ്, വനിതാ, ഫാർമേഴ്സ്, ഹൌസിംഗ് സഹകരണ സംഘങ്ങളിലും ഉയർന്ന പലിശ ലഭിക്കുന്നു. മികച്ച ആദായം നേടാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന പലിശ. ഈ ആനുകൂല്യം 2013 ഡിസംബർ 31 വരെ മാത്രം. വാർത്തകൾ തുടരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 9ാമത് ജില്ലാ സമ്മേളനം ഡിസംബർ 18-19 തീയതികളിൽ SK പൊറ്റക്കാട് ഹാളിൽ നടക്കുമെന്ന് COA ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് നടക്കുന്ന പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, കലക്ടർ CA ലത എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും അവർ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 9ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഡിസംബർ 18-19 തീയതികളിൽ നടക്കുമെന്ന് COA ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. SK പൊറ്റക്കാട് ഹാളിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, കലക്ടർ CA ലത എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ നിയതി, പിന്നണി ഗായിക മച്ചാട്ട് വാസന്തി, പ്രവാസി വ്യവസായി KS അബ്ദുൽ സലാം എന്നിവരെ ആദരിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച COA ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയവർക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ നൽകും. 19-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീൽ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് നൃത്തസംഗീത നിശയും സംഘടിപ്പിച്ചിട്ടുണ്ട്. COA ജില്ലാ പ്രസിഡന്റ് നിഷാദ് മണങ്ങാട്ട്, സെക്രട്ടറി M മൻസൂർ, ജോയിന്റ് സെക്രട്ടറി നിസാർ ബാബു, O ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മലയോര നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന മിനി സിവിൽ സ്റ്റേഷന്റെ പ്രവൃത്തി തുടങ്ങി. മുക്കം അഗസ്ത്യമൂഴിയിലാണ് മിനി സിവിൽ സ്റ്റേഷൻ വരുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അഗസ്ത്യമൂഴിയിൽ നിർമ്മിക്കുന്ന മുക്കം മിനി സിവിൽ സ്റ്റേഷന്റെ പ്രവൃത്തി ഉദ്ഘാടനം റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിനെത്തിയവരെ വാദ്യമേള ഘോഷങ്ങളോടുകൂടിയാണ് സ്വീകരിച്ചത്. സി മോഹൻകുട്ടി MLA അധ്യക്ഷം വഹിച്ചു. MA ഷാനവാസ് MP മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ കളക്ടർ CA ലത, PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ KV ഉണ്ണിയാവറു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ N സുരേന്ദ്രനാഥ്, റീന പ്രകാശ്, സൈനബ ചാലിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഷെറീന സുബൈർ, V മുഹമ്മദ് മോഹൻ ഹാജി, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ VT ബാബു, ബിന്നി ഷാജൻ, മുക്കം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിന്ധു താഴെക്കോട്ടുമൽ, സ്വാഗത സംഘം ജനറൽ കൺവീനർ AM അഹമ്മദ് കുട്ടി ഹാജി എന്നിവർ സംസാരിച്ചു. മൺമറഞ്ഞു പോകുന്ന തോൽപ്പാവക്കൂത്ത് എന്ന ക്ഷേത്രകല ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ്. പുതുതലമുറയ്ക്ക് ഏറെക്കുറെ അന്യമായ കൂത്തിന്റെ അപൂർവ ഭാഗം മലപ്പുറത്ത് അരങ്ങേറി. നിഖിൽ ഈശ്വർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം മണ്ണൂർ ശിവക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചാണ് തോൽപ്പാവക്കൂത്ത് അരങ്ങേറിയത്. നിഴൽക്കൂത്ത് എന്ന പേരിലും ഈ ക്ഷേത്രകല പ്രസിദ്ധമാണ്. ഉപാസകർ ഏറെയില്ലാത്ത ഈ കലാരൂപം അന്യം നിന്ന് പോകുന്ന ക്ലാസിക് കല എന്ന നിലയിൽ യുനെസ്കോയുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. മൃഗങ്ങളുടെ തുകൽ കൊണ്ട് നിർമ്മിച്ച പാവകളിൽ കഥാപാത്രങ്ങളെ സന്നിവേശിപ്പിച്ച അയിൽ കെട്ടിയ ചരടുകൾ കൈകൊണ്ട് ചലിപ്പിച്ചാണ് കലാകാരന്മാർ കൂത്ത് അവതരിപ്പിക്കുന്നത്. നിലവിളക്കുകളെ വെളിച്ചധാരയ്ക്കും മുന്നിലെ നേർത്ത തിരശീലയ്ക്കുമിടയിൽ പാവകൾ തട്ടിലെത്തുമ്പോൾ തിരശീലകളിൽ പതിയുന്ന നിഴലുകൾക്ക് കഥയ്ക്കൊപ്പം ചലനവേഗവും ഭാവവും താളവും ആഖ്യാനശേഷിയും ലഭിക്കുന്നു.
രാമായണത്തിൽ നിന്ന് അടർത്തിയെടുത്ത ലങ്കാദഹനം എന്ന കഥയാണ് മലപ്പുറത്ത് അരങ്ങേറിയത്. തോൽപ്പാവക്കൂത്തിലെ കുലപതിയായിരുന്ന കൃഷ്ണൻകുട്ടി പുലവന്റെ ശിഷ്യഗണങ്ങളാണ് ഇന്ന് ഈ കലാരൂപത്തിന്റെ പ്രചാരകർ. ഇതിനായി ഷൊർണൂർ ആസ്ഥാനമായി ഒരു ട്രസ്റ്റും പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് NITയിലെ 9ാമത് ബിരുദദാന ചടങ്ങ് നടന്നു. എഞ്ചിനീയറിംഗ്, സയൻസ്, ആർക്കിടെക്ചർ വിഭാഗങ്ങളിലെ 1250 പേരാണ് ബിരുദങ്ങൾക്കും ബിരുദാനന്തര ബിരുദങ്ങൾക്കും അർഹരായത്. പ്രൊഫസർ VN രാജശേഖരൻ പിള്ള ബിരുദദാനം നിർവഹിച്ചു. എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദധാരികൾക്ക് സമൂഹത്തോട് വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റാനുള്ളതെന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ VN രാജശേഖരൻ പിള്ള പറഞ്ഞു. കോഴിക്കോട് NITയിലെ 9ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിയാൻ പഠിക്കുക, പഠിക്കാൻ പഠിക്കുക, ചെയ്യാൻ പഠിക്കുക, പലവിധത്തിലുള്ള സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കാൻ പഠിക്കുക എന്നിവയാവണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയറിംഗ്, സയൻസ്, ആർക്കിടെക്ചർ വിഭാഗങ്ങളിലെ 1251 പേരാണ് ബിരുദങ്ങൾക്കും ബിരുദാനന്തര ബിരുദങ്ങൾക്കും അർഹരായത്. NIT ബോർഡ് ഓഫ് ഗവർണേഴ്സ് ചെയർമാൻ ഡോക്ടർ CG കൃഷ്ണദാസ് നായർ, NIT ഡയറക്ടർ ഡോക്ടർ MN ബന്ദോപാധ്യായ, ബോർഡ് ഓഫ് ഗവർണേഴ്സ് അംഗങ്ങൾ, സെനറ്റ് അംഗങ്ങൾ, ഡീൻമാർ, ഫാക്കൽറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഫാറൂഖ് കോളേജ് പബ്ലിക്കേഷൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. മന്ത്രി MK മുനീർ, VV ദക്ഷിണാമൂർത്തി എന്നിവർ പ്രകാശന കർമ്മം നിർവഹിച്ചു. അഡ്വക്കേറ്റ് M മുഹമ്മദ്, N അബൂബക്കർ കോയ എന്നിവർ പുസ്തകങ്ങൾ സ്വീകരിച്ചു. ഫാറൂഖ് കോളേജ് പബ്ലിക്കേഷൻ ഡിവിഷൻ പ്രസിദ്ധീകരിച്ച ഫാറൂഖ് കോളേജിന്റെ ചരിത്രവും ദൌത്യവും പുസ്തകം മന്ത്രി ഡോക്ടർ MK മുനീർ പ്രകാശനം ചെയ്തു. കോളേജ് മാനേജർ അഡ്വക്കേറ്റ് M മുഹമ്മദ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ചടങ്ങിൽ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് PK അഹമ്മദ് അധ്യക്ഷം വഹിച്ചു. ഫാറൂഖ് കോളേജ് ഓർമ്മ അനുഭവം പുസ്തകം ദേശാഭിമാനി ചീഫ് എഡിറ്റർ VV ദക്ഷിണാമൂർത്തിയും ക്യാമ്പസ് വെബ് ന്യൂസ് ലെറ്റർ CDA ചെയർമാൻ NC അബൂബക്കറും പ്രകാശനം ചെയ്തു. ഡോക്ടർ യാസിൻ അഷ്റഫ്, ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ് എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. പ്രിൻസിപ്പൽ പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ, പ്രഥമ ബാച്ച് വിദ്യാർത്ഥി N അബൂബക്കർ കോയ, കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ KK ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ T മുഹമ്മദ് അലി, ഡോക്ടർ അസീസ് തരുവണ, ഡോക്ടർ MA സാജിദ, പബ്ലിക്കേഷൻ ഡിവിഷൻ ഡയറക്ടർ M അയ്യൂബ് എന്നിവർ സംസാരിച്ചു. തലചായ്ക്കാൻ കൂരയില്ലാത്ത സഹപാഠിക്ക് ഒരു സ്നേഹവീടൊരുക്കി മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുകയാണ് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ. വിദ്യാർത്ഥികൾ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി MK മുനീർ നിർവഹിച്ചു. അജിഷയുടെ സഹോദരിക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും 5000 രൂപ വിവാഹധന സഹായം നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഫാറൂഖ് കോളേജ് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനി അഞ്ജു ശങ്കറിനും കുടുംബത്തിനും ഇത് ആഹ്ലാദത്തിന്റെ മുഹൂർത്തം. സുമനസ്കരും സേവന സന്നദ്ധരുമായ കുരുന്നുകളുടെ പ്രയത്നം ഇവർക്ക് സ്വപ്നതുല്യമായ ഭവനമാണ് സമ്മാനിച്ചത്. ഇനി മഴയും വെയിലും ഏൽക്കാതെ 6 അംഗ കുടുംബത്തിന് അന്തിയുറങ്ങാം. സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് 6 ലക്ഷം രൂപ ചെലവിട്ട് സഹപാഠി അഞ്ജു ശങ്കറിന് വീടൊരുക്കിയത്. NSS നടപ്പിലാക്കുന്ന സഹപാഠിക്കൊരു സ്നേഹവീട് പദ്ധതിയിൽ രാമനാട്ടുകര ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയായിരുന്നു നിർമ്മാണം. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി MK മുനീർ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. ഒപ്പം കുട്ടികൾ സമാഹരിച്ച 1.1 ലക്ഷം രൂപയും മന്ത്രി കൈമാറി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ A കുട്ടിയാലിക്കുട്ടി അധ്യക്ഷം വഹിച്ചു. ഹയർ സെക്കൻഡറി NSS സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ A സുബൈർകുട്ടി ആമുഖ പ്രഭാഷണം നടത്തി. സ്കൂൾ NSS ഓഫീസ് മാനേജർ KA ഹസൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഫാറൂഖ് കോളേജ് പാലിയേറ്റീവ് യൂണിറ്റിന് കുട്ടികൾ സമാഹരിച്ച തുക കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ ഏറ്റുവാങ്ങി. രാമനാട്ടുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VM പുഷ്പ ഉദ്യമത്തിൽ പങ്കാളികളായ വോളണ്ടിയർമാരെ അനുമോദിച്ചു. പ്രോഗ്രാം ഓഫീസർ KT കബീർ റിപ്പോർട്ട് വായിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VV സീനത്ത്, ഗോപി കൊടക്കല്ലംപറമ്പ്, പഞ്ചായത്ത് അംഗം KV റഹ്മുന്നുള്ളിസ, സെക്രട്ടറി EM അബ്ദുൾ അസീസ്, സ്കൂൾ പ്രിൻസിപ്പൽ KB കുഞ്ഞമ്മദ്, അറബിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുസ്തഫ ഫാറൂഖി, ഫാറൂഖ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ M മുഹമ്മദ് കുട്ടി, NSS റീജിയണൽ കോർഡിനേറ്റർ TP മുഹമ്മദ് ബഷീർ, ജില്ലാ കൺവീനർ KC ഫസലുൽ ഹക്ക്, സ്റ്റാഫ് സെക്രട്ടറി ഹാജ മൊയ്തീൻ, വോളണ്ടിയർ സെക്രട്ടറി ഫഹീം ബിൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം കോഴിക്കോട്. യൂത്തിനറിയാം ബെസ്റ്റ്
shades and style, latest type fashion, lowest price attraction. Kalyan Silks Stars Collections. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി തീരദേശത്ത് സമരത്തിന്റെ ദിനങ്ങൾ. കൊയിലാണ്ടി ഹാർബറിന്റെ നിർമ്മാണം സ്തംഭിച്ചു കിടക്കുന്നതിൽ പ്രതിഷേധം കനക്കുന്നു. ഇതിന്റെ തുടക്കമെന്ന നിലയിൽ ഡിസംബർ 30-ന് തീരദേശ മേഖലയെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഹർത്താലും മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചും നടക്കുമെന്ന് വിവിധ തീരദേശ സംരക്ഷണ സമിതികൾ പറഞ്ഞു. കൊയിലാണ്ടി കടലോര മേഖലയുടെ സമഗ്ര വികസനത്തിന് സഹായകമാവുന്ന മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ യാതൊരു സമ്മർദ്ദങ്ങളും ഉയരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളോ ജനപ്രതിനിധികളോ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൌരവം കാണിക്കുന്നുമില്ല. ഹാർബർ നിർമ്മാണം നിലച്ചതിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപിച്ച പ്രക്ഷോഭങ്ങൾ തുടങ്ങാൻ അവർക്കായില്ല. ഡിസംബർ 16-ന് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു ഡൽഹിയിൽ പോയി കേന്ദ്ര കൃഷിമന്ത്രിയെ സന്ദർശിക്കുമെന്ന് MLA-മാരായ കെ ദാസൻ, പുരുഷൻ കടലുണ്ടി, നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത എന്നിവരെ അറിയിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 26 കോടി രൂപ അനുവദിച്ചാലേ ഹാർബർ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായതിനാൽ 2 സർക്കാരുകളുമാണ് തുക നൽകേണ്ടത്. ഫണ്ട് ഉടൻ തന്നെ ലഭിക്കുമെന്ന് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബുവും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും പലതവണ പറഞ്ഞതാണ്. എന്നാൽ ഒന്നും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ വിഹിതം ലഭിച്ചാൽ കുറെ പണികൾ പൂർത്തിയാക്കാൻ കഴിയും. ഇതിനുവേണ്ടി കൂട്ടായ പ്രവർത്തനമാണ് MLA-മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. 65 കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയിലും താൽപര്യക്കുറവും കാരണം ഒന്നുമല്ലാതെ കിടക്കുന്നത്. വികസന രംഗത്ത് വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന കൊയിലാണ്ടിയിൽ ഇത്രയും വലിയൊരു പദ്ധതി അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. കൊയിലാണ്ടിയുടെ വികസനം എന്നത് മത്സ്യബന്ധന മേഖല കൂടി ആശ്രയിച്ചിട്ടുള്ളതാണ്. ഹാർബർ കേന്ദ്രീകരിച്ചാണ് കൊയിലാണ്ടിയുടെ വികസനം നടക്കേണ്ടത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തി മാസങ്ങളായി സ്തംഭിച്ചു കിടക്കുന്നത് കാരണം തീരദേശ മേഖലയുടെ വികസനം മുരടിച്ചിരിക്കുകയാണ്. 2006 ഡിസംബർ 17-ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് ഹാർബറിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. 2012-ൽ പണി പൂർത്തീകരിക്കുമെന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് പറഞ്ഞത്. ഹാർബറിന്റെ പ്രധാന ഭാഗമായ 2 പുലിമുട്ടും വാർഫും ലേലപ്പുരയും നിർമ്മിച്ചിട്ടുണ്ട്. ഹാർബറിന്റെ വാർഫിനും കരയ്ക്കുമിടയിൽ മണ്ണ് നിറയ്ക്കലാണ് ഇനി ചെയ്യാനുള്ള പ്രധാന പ്രവൃത്തി. 106 മീറ്റർ വീതിയിലും 210 മീറ്റർ നീളത്തിലുമാണ് മണ്ണ് നിറയ്ക്കേണ്ടത്. പുലിമുട്ടിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിൽ ആവശ്യത്തിന് മണൽ ഇപ്പോൾ ലഭ്യമാണ്. ഈ മണൽ വാർഫിന് നിറച്ചാൽ ഹാർബറിന്റെ പണി പൂർത്തിയാക്കാം. മണലെടുക്കാൻ സമീപവാസികൾ തടസ്സം ഉന്നയിക്കുന്നുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. ഈ കാര്യങ്ങൾ ഉയർത്തിയാണ് വിവിധ സംഘടനകളുടെ സഹായത്തോടെ തീരദേശ സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. കേവലം കലാസ്വാദനം, ഉൽപ്പന്ന വിപണി എന്നതിലുപരി മഹത്തായ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ലക്ഷ്യമിട്ട് നടത്തുന്ന ബേപ്പൂർ ഫെസ്റ്റിന് ഡിസംബർ 19-ന് തുടക്കമാകും. 27 വരെ നല്ലൂർ മിനി സ്റ്റേഡിയത്തിലാണ് ജനകീയ കൂട്ടായ്മയിൽ ഈ കലാ വാണിജ്യ വിൽപ്പന മേള നടക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഈ വർഷത്തെ ബേപ്പൂർ ഫെസ്റ്റ് ഡിസംബർ 19 മുതൽ 27 വരെ ഫറോക്ക് നല്ലൂരിലെ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ചെറുകിട ഉൽപാദകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടി ആരംഭിക്കാൻ പ്രചോദനമായതെന്ന് സംഘാടകർ പറഞ്ഞു. അഖിലേന്ത്യാ പ്രശസ്തരായ കലാകാരന്മാരുടെ കലാവിരുന്നുകൾ കലാമേളയെ ജനപ്രിയമാക്കുന്നുണ്ട്. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനു വേണ്ടി വരുന്ന ഭാരിച്ച സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കുന്നതിനു വേണ്ടിയാണ് ഫെസ്റ്റിന്റെ നടത്തിപ്പിലൂടെ ലഭിക്കുന്ന മിച്ച വരുമാനം ഉപയോഗപ്പെടുത്തുന്നത്. സ്റ്റാളിന്റെ ഉദ്ഘാടനം ഡിസംബർ 19-ന് ജില്ലാ കളക്ടർ CA ലത നിർവഹിക്കും. ഡിസംബർ 22 ഞായർ വൈകിട്ട് 4 മണിക്ക് കടലുണ്ടി, രാമനാട്ടുകര, ഫറോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയും ചെറുവണ്ണൂർ, ബേപ്പൂർ കോർപ്പറേഷൻ പ്രദേശങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനവും നടക്കും. മേളയിൽ നിന്നും വാങ്ങുന്ന ഓരോ 100 രൂപയ്ക്കും ആനുപാതികമായി സമ്മാന കൂപ്പൺ നൽകുന്നതും ദിവസേന നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുന്നതുമാണ്. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ അബ്ദുൾ റസാഖ്, ഗംഗാധരൻ, NC അബ്ദുൾ വഹാബ്, KTA മജീദ്, മുഹമ്മദ് ആഷിഫ്, ഷൺമുഖൻ എന്നിവർ പങ്കെടുത്തു. ജനഹിതത്തിന് വിരുദ്ധമായി കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ യാതൊരു നടപടിയും ഉണ്ടാവില്ലെന്ന് മന്ത്രി അടൂർ പ്രകാശ്. സംസ്ഥാന സർക്കാർ അനുവദിച്ച കട്ടിപ്പാറ വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടിപ്പാറയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടിപ്പാറയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് സ്ഥാപിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് അറിയിച്ചു. വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഓഫീസിന് 20 സെന്റ് സ്ഥലം അനുവദിച്ചാൽ കെട്ടിടവും അത്യാധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുന്ന സ്മാർട്ട് വില്ലേജ് സ്ഥാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ വേദിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സ്ഥലം നൽകാൻ സന്നദ്ധത അറിയിച്ചപ്പോഴാണ് മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായത്. സംസ്ഥാനത്ത് 12 പുതിയ താലൂക്കുകളും 30 വില്ലേജ് ഓഫീസുകളും അനുവദിച്ചതിന്റെ ഭാഗമായാണ് കട്ടിപ്പാറയിൽ വില്ലേജ് ഓഫീസ് നിലവിൽ വന്നത്. ജനഹിതത്തിന് വിരുദ്ധമായി കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ യാതൊരു നടപടിയും ഉണ്ടാവില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി. അർഹതപ്പെട്ട മലയോര കർഷകർക്ക് പട്ടയം നൽകാനും നടപടിയുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ VM ഉമ്മർ മാസ്റ്റർ MLA അധ്യക്ഷം വഹിച്ചു. ജില്ലാ കളക്ടർ CA ലത, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുൾ റസാഖ്, കട്ടിപ്പാറ പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് താര അബ്ദുറഹിമാൻ ഹാജി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജമീല ഉസ്മാൻ, VD ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ഹംസ ഹാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുഹമ്മദ് ഹാഷിം, ബിന്ദു ബാബു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംജി ജെയിംസ്, സാലി ഇമ്മാനുവൽ, ADM P അറുമുഖൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മാധ്യമങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ വാർത്തകൾ സ്വീകരിക്കുന്ന പതിവ് ഇന്ന് ഇല്ലാതായിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് A ജയശങ്കർ കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന K ജയചന്ദ്രൻ അനുസ്മരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന K ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മാധ്യമ പ്രവർത്തനത്തിന്റെ നടപ്പു മാതൃകകൾ ലംഘിച്ച ജയചന്ദ്രന്റെ ഓർമ്മ പുതുക്കൽ കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്നു. പരിപാടിയിൽ മാധ്യമ വിചാരണ, സത്യവും മിഥ്യയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് A ജയശങ്കർ സംസാരിച്ചു. ഇന്ന് മാധ്യമങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ വാർത്തകൾ സ്വീകരിക്കുന്ന പതിവ് ഇല്ലാതാക്കിയിരിക്കുകയാണെന്ന് A ജയശങ്കർ പറഞ്ഞു. വാർത്തകൾ യഥാർത്ഥമായി വായനക്കാരിൽ എത്താതെ പോകുന്നു. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ രംഗത്തുള്ള പോരായ്മ മാധ്യമങ്ങളിലുണ്ട്. മാധ്യമ പ്രവർത്തനം വെച്ചാൽ അങ്ങനെ വേറെ സവിശേഷമായ യോഗ്യതകളൊന്നും ഉണ്ടായിട്ട് വരുന്നതല്ല. അത്യാവശ്യം 51 അക്ഷരം എഴുതാൻ അറിയാവുന്നവനും ഈ പറഞ്ഞ പോലെ കഴുത്തിൽ തൈ കെട്ടി കഴിഞ്ഞാൽ എന്ത് ചോദ്യം ചോദിക്കാൻ മടിയില്ലാത്തവരുമായിരിക്കണം മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതാണ്. ആ ഒരു ധൈര്യവും യോഗ്യതയും ചങ്കുതവുമാണ് മാധ്യമ പ്രവർത്തകന്റെ അടിസ്ഥാനം. സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതുകൊണ്ട് തെറ്റുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ജഡ്ജിമാർക്ക് ഇരിക്കുമ്പോൾ തെറ്റില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ ഉണ്ടാകില്ല. വക്കീലന്മാർക്ക് ചോദിച്ചു ചോദിക്കുമ്പോൾ തെറ്റില്ലേ. പുരുഷൻ കടലുണ്ടി MLA ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് NP രാജേന്ദ്രൻ ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് സെക്രട്ടറി AB ഷെറിൻ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. DYFI ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെൽസൺ മണ്ടേല ഓർമ്മയാവുമ്പോൾ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറി പരിസരത്ത് നടന്ന പരിപാടിയിൽ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KV പ്രമോദ്, PM നൌഫൽ, ജിജു, പിങ്കി എന്നിവർ സംബന്ധിച്ചു. ഭരണവർഗ നയങ്ങൾക്കെതിരെ ജനകീയ പദം കെട്ടിപ്പടുക്കുക എന്ന മുദ്രാവാക്യവുമായി CPIML നടത്തുന്ന സംസ്ഥാന ജാഥയ്ക്ക് കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. സംസ്ഥാന സെക്രട്ടറി PN പ്രവന്തി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് അപ്പാട്ട്, PC സുബ്രഹ്മണ്യൻ, MB കുഞ്ഞിക്കണാരൻ, B രാമചന്ദ്രൻ, AM അഖിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. വർഗ ബഹുജന സംഘടനകളായ CUCL, RYFI, RTF എന്നീ സംഘടനകൾക്ക് വേണ്ടി B രാമചന്ദ്രൻ, E അബ്ദുൽ ഖാദർ, സുരേഷ് എന്നിവർ ആഹാരാർപ്പണം നടത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമതിക്കെതിരെയല്ല, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരോടൊപ്പമാണ് തിരുവനന്തപുരത്തെ വീട്ടമ്മ സന്ധ്യയെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവകേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. ദേശീയ പെൻഷൻ ദിനാചരണം ജില്ലയിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.